ഇന്ന് വയലുംവിടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പച്ചക്കറി വിളകളിലെ മഴക്കാല മുന്നൊരുക്കങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ സജീന മറുപടി നൽകിയ പരിപാടിയാണ്. സ്റ്റുഡിയോയിൽ ഒപ്പം ഷിബു ജോർജ്. ഡോക്ടർ സജീന, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു സർ. മഴക്കാലം വന്ന് കാലവർഷം തുടങ്ങി. മഴ വരുമ്പം നമുക്കെല്ലാവർക്കും ഒരു ആശ്വാസമാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ കർഷകർക്ക് ഒരു ആശങ്ക എന്ന് പറയുന്നത് രോഗങ്ങളും കീടങ്ങളും ഒക്കെ അധികമായിട്ടുണ്ടാവാറുണ്ട്. മഴക്കാലം വരുമ്പം തന്നെ ഇതിൻ്റെയൊക്കെ ഒരു തോത് കൂടുന്നതിൻ്റെ ഒരു റീസൺ എന്തുവാണ്? വിളകളിലുള്ള രോഗങ്ങൾ പലതരം രോഗാണുക്കൾ കൊണ്ടാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. അതിൽ 99% എന്ന് പറയാൻ നമുക്ക് കുമിൾ രോഗങ്ങൾ ആണ് ധാരാളമായി കാണുന്നത്. ബാക്ടീരിയ മുഖാന്തരവും വൈറസ്, ഫൈറ്റോപ്ലാസ്മ എന്നിവ കൊണ്ടുണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കുമിൾ രോഗങ്ങൾ പിടിപെടാനും പകരാനും ഉള്ള ഏറ്റവും നല്ല സാഹചര്യം എന്ന് പറയുന്നത് ഈർപ്പം അല്ലെങ്കിൽ വെള്ളം അധികമായിട്ടുള്ള സാഹചര്യത്തിലാണ്. കൂടാതെ ഇവയുടെ വിത്തുകൾ വായുവിൽ മുഖേന മണ്ണിൽ കൂടെ വിളകളുടെ വിവിധ ഭാഗങ്ങൾ കൂടെ എല്ലാം ഉണ്ടാകാനും പകരാനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് പോലെ, അതെ പ്രിക്കോഷൻസ് എടുക്കാനുള്ള വാർണിംഗ് തരുന്നത് പോലെ കർഷകർക്കും വിളകളുടെ പരിചരണം എത്തരത്തിൽ ചെയ്യണമെന്നുള്ള മുൻകരുതലുകൾ നൽകുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം കോൾ എടുക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ മോഹനൻ, തിരുവല്ലയിൽ നിന്ന്. ചോദിച്ചോളൂ. ഹലോ. ഹലോ. ഞാന് ഒരു 2 മൂട് കോവല്, ഒരു 3-4 മൂട് പയറ് ഇട്ടിട്ടുണ്ടായിരുന്നു. പയറ് കുറച്ച് പറിച്ചു, കുറച്ചു കോവയ്ക്കായും പറിച്ചു. പക്ഷെ ഈ മഴ വന്നു കഴിഞ്ഞപ്പോഴേ ഈ പൂ കുത്തുന്നതെല്ലാം അങ്ങ് പോകും. അതുപോലെ വേറെ 3-4 മൂട് മത്തയുണ്ട്, മത്തയിലും കാ പിടിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ചെന്ന് നോക്കുമ്പോ കാ കാണുന്നില്ല. അത് ഈ സമയത്താണോ സാറിന് പ്രത്യേകിച്ചത് കാണപ്പെടുന്നത്, അതോ മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഈ മഴക്കാലമായതിനു ശേഷമാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഇപ്പോഴും പയറ് പൂ കുത്തുന്നുണ്ട്, പക്ഷെ പയറ് പിടിക്കുന്നില്ല. ഓക്കെ സാർ, അത് നമ്മുടെ ഒരു പ്രത്യേക കാലാവസ്ഥ വെച്ചിട്ടാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ല കാറ്റും മഴയുമുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ വരാനുള്ള സാധ്യത ഉണ്ട്. ആദ്യമായി നമ്മുടെ വിളയെ പ്രൊട്ടക്ട് ചെയ്യുക. അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ തീർച്ചയായും ഇല്ല, കെട്ടി നിൽക്കുന്ന സ്ഥലം. എന്നാൽ പോലും മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യം നമ്മൾ കൊടുക്കുക, മണ്ണ് കൂട്ടി കൊടുക്കുക. ചുവട്ടിലോട്ട് കൂട്ടിക്കൊടുത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും നൽകണം. പടർത്തി വിട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ധാരാളം പൂക്കൾ ഒരുമിച്ച് കൊഴിയുകയാണെങ്കിൽ കാറ്റിന്റെയും മഴയുടെയുമാണ്. ആ വിളയെ നമ്മളൊന്ന് സംരക്ഷിക്കുക. പടർത്തി വിടുന്നതിന് തൊട്ട് താഴെയായിട്ട് നമ്മളൊരു ഷെയ്ഡ് നെറ്റ്, ഇപ്പം ഞങ്ങൾ തന്നെ ഇപ്പം അവിടെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഷീറ്റ് പോലൊന്ന് നമ്മൾ വെച്ച് കൊടുക്കും. അത് ഈ പ്രത്യേക സീസണിൽ മാത്രം സാറൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. പടർത്തി വിടുന്ന ആ ഒരു രീതി മാത്രം ഒന്ന് സംരക്ഷിച്ചാൽ മതിയാവും. വേറൊരു സംശയം ചോദിക്കട്ടെ, കാ പിടിച്ചതിന് ഞാൻ ഈ പ്ലാസ്റ്റിക് കവർ ഇട്ട് മൂടുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കുറച്ച് ആപത്താണ്. കവറിനുള്ളിൽ വെള്ളം കെട്ടി നിന്നാൽ അത് മുഖാന്തരവും കാ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും മൂടരുത്. വെള്ളം കെട്ടി നിൽക്കാത്തൊരു സാഹചര്യം, ചെറിയ ഹോൾസ് എല്ലാം കൊടുത്ത് വെള്ളം ഉള്ളിൽ കയറാത്ത രീതിയിൽ സംരക്ഷിച്ചാൽ, പേപ്പർ വെക്കാൻ നമുക്ക് പറയാൻ സാധ്യതയില്ല, വെള്ളം കൊണ്ട് പേപ്പർ നനഞ്ഞു പോകും. അപ്പൊ സാർ പ്ലാസ്റ്റിക് ഇടുന്നെങ്കിൽ തന്നെയും അഴുകി പോകാനുള്ള സാഹചര്യം വരാതിരിക്കാൻ. പിന്നെ മത്തൻ സാർ പറഞ്ഞ താഴെയാണ് പടർത്തുന്നത്, അവിടെയും ശ്രദ്ധിക്കുക. പൂവും കായും വരുമ്പോൾ മണ്ണുമായിട്ട് നേരിട്ട് ബന്ധം വന്ന് വെള്ളത്തിൽ വന്ന് അഴുകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മണ്ണിന്റെ ഭാഗം ഒന്ന് സംരക്ഷിക്കുക. ഇപ്പൊ തൽക്കാലം വളരെ അധികം കാറ്റുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല, പക്ഷെ പടർത്തി ഒരു മെഷോ മറ്റോ കൊണ്ട് എന്നെ സംരക്ഷിക്കുക എന്നതേ ഉള്ളൂ. വളരെ നന്ദി വിളിച്ചതിന്. ഹലോ. പറഞ്ഞോളൂ മേഡം, ആരാണ് സംസാരിക്കുന്നത്? ചോദിച്ചോളൂ ശൈലജ മേഡം. എനിക്ക് പറയാനുള്ളത്, കരിയപ്പത്തിയുടെ മരത്തിലെ ഇലകളെല്ലാം പുള്ളി വന്ന് നിൽക്കുന്നുണ്ട്. കരിവേപ്പിലയാണോ? കരിവേപ്പില ഒരു വലിയ മരമായിട്ടാണ് നിൽക്കുന്നത്. കുറെ വർഷം കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ മരം പോലെ ആയതുകൊണ്ട് അതിന് വേറെ മരുന്നൊന്നും കളിക്കാനൊന്നും പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട് വെട്ടിക്കളയുമായിരുന്നു. വെട്ടിക്കളഞ്ഞതിന് ശേഷവും തുടുപ്പ് വരുമ്പോൾ ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. മാഡം ഒന്ന് ശ്രദ്ധിക്കും. നമുക്ക് കരിവേപ്പിലയിൽ സാധാരണ കാണുന്ന മണ്ടരികളുടെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വെള്ളീച്ചകൾ, അതിന്റെ കുഞ്ഞുങ്ങൾ കറുത്ത നിറത്തിൽ കാണാൻ പറ്റും മാഡത്തിന് ഈ ഇലയുടെ അടിവശത്ത്. കൂടാതെ ഈ ഒരു സാഹചര്യത്തിൽ കുമിൾ രോഗങ്ങളും ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. കുമിൾ രോഗം എങ്ങനെ മനസ്സിലാക്കും? കുമിൾ രോഗങ്ങൾ ഇല പൊട്ടുകൾ കാണും മാഡം. ചിലപ്പം വൈക്കോൽ നിറമായിരിക്കും, അല്ലെങ്കിൽ കടും നിറത്തിലായിരിക്കാം. അതിനൊരു മാർജിനോട് കൂടി, അതെ, അതൊരു മാർജിൻ കാണും. നമ്മൾ പൊട്ടൊക്കെ വരയ്ക്കുന്നതിന്റെ ചുറ്റും മാർജിൻ വരച്ചതുപോലെ ഒരു അത് കാണും. കുറച്ച് കഴിയുമ്പം ആ നടുഭാഗം ഉതിർന്നു പോകും. അപ്പോൾ ഒരു ദ്വാരം പോലെ മാർജിനോട് കൂടി ഇലകളിലിരിക്കും.
ചില ഇത്തരത്തിലുള്ള പുള്ളികൾ ഒരുമിച്ച് ചേർന്ന് ഇലകൾ ചീഞ്ഞു പോകും, കമ്പൽ ഉണക്കവും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒന്നാണ് മാഡം പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കേണ്ട, കരിവേപ്പിലയാണ്, കുമിൾനാശിനികളും മറ്റൊന്നും തളിക്കാൻ സാധ്യമല്ല. അപ്പം മാഡം ധൈര്യമായിട്ട് ഇപ്പം ചെയ്യാം. മഴക്കാലമാണ്, കൊമ്പ് നന്നായിട്ടൊന്ന് കോതി കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് തിളരിലകൾ വരും, അതിന്റെ ചുവട്ടിൽ തന്നെ ഇടരുത്. കൊമ്പ് കോതിയ ശേഷം ദൂരെ മാറ്റി കത്തിച്ച് അതിനെ നശിപ്പിച്ച് തന്നെ കളയണം. അതിൽ കീടങ്ങളാണെങ്കിൽ അവയുടെ മുട്ടയും കുഞ്ഞുങ്ങളും ഉണ്ടാവും. കുമിളുകളും ബാക്ടീരിയ ആണെങ്കിൽ അതിന്റെ സ്പോറുകൾ എന്ന് പറയുന്നത് വിത്തുകളെല്ലാം കാണും. അതുകൊണ്ട് മാഡം ദൂരെ മാറ്റി അത് കത്തിച്ച് കളയുക. കോതി കഴിഞ്ഞ മാഡത്തിന് സൂഡോമോണാസ് ഫ്ലൂറസെൻസിന്റെ നമുക്ക് പൊടി രൂപത്തിൽ കിട്ടും. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നോണം ഒരു 15 ദിവസം ഇടവിട്ട് 2-3 പ്രാവശ്യം തളിക്കുക. തളിക്കുമ്പോൾ മാഡം ശ്രദ്ധിക്കുക, കഴിവതും നമ്മൾ തളിച്ചൊരു 2 മണിക്കൂറെങ്കിലും നമുക്ക് വെയിലുണ്ടാവണം. മഴ പെയ്താൽ അത് ഒലിച്ചു പോകും, നമുക്കതിന് പ്രയോജനമില്ലാണ്ടാവും. ചെടിക്കൊരു ആരോഗ്യം വന്നാൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ളൊരു ശേഷി കിട്ടും. നല്ല ആരോഗ്യം നല്ല ഉണ്ട്, ഭയങ്കര ഓക്കെ. അപ്പൊ എന്തായാലും ശിഖരം കോതി കൊടുത്തോളൂ. കോതി കൊടുത്ത് സുഡോമോണാസും കൂടെ പന്തലിച്ച് നിൽക്കുകയാണ്. പിന്നെ ഞാൻ മിക്കപ്പോഴും ഒടിച്ചൊടിച്ച് അതിന്റെ കൊമ്പുകളെ കളഞ്ഞിട്ട് പുതിയ വരുന്ന ആ ചിളും ഇലയിൽ മാത്രം കാണൂല. അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോ അതിന്റെ നേരത്തെ വന്ന ഇലകളിൽ ഇങ്ങനെ പുള്ളി വന്ന് നിൽക്കുകയാണ്. ആ ശിഖരങ്ങൾ കോതുമ്പോൾ ശ്രദ്ധിക്കുക. ഒടിച്ചൊടിച്ചിടുമ്പോൾ മുറിവ് വന്നു കഴിഞ്ഞാൽ ആ കൊമ്പിൽ നിന്നും താഴോട്ട് കരിച്ചിൽ വരാതിരിക്കാൻ വേണ്ടി ഒരു സമയത്ത് എല്ലാ ശാഖകളും ഒരുപോലെ മുറിച്ച ശേഷം മാഡം അപ്പം തന്നെ സുഡോമോണാസ് ഒന്ന് തളിച്ചു കൊടുക്കുക. ഈ മഴ സമയം തന്നെ ചെയ്യണമെന്നുണ്ടോ അവർക്ക് വെയിൽ വന്നാലും മതിയോ? മുറിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം മാഡം ഒരു മഴ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ശാഖകൾ കോതുക. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് സുഡോമോണാസ്, ശരിക്കും പറഞ്ഞാൽ കുമിൾനാശിനിയാണ് തളിക്കേണ്ടത്. പക്ഷെ കരിവേപ്പിലായതുകൊണ്ട് നമുക്ക് തളിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഇലകൾ പറിക്കാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പം ഈ ഒരു റെയിനി സീസൺ അല്ലെങ്കിൽ മഴക്കാലത്ത് കണ്ടുവരുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? പച്ചക്കറി വിളകൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം തൈ ചീയലാണ്. ഈ സമയത്താണ് നടുന്നതെങ്കിൽ തൈയിൽ വേരും കടഭാഗത്തുമുള്ള ചീയൽ വരാറുണ്ട്. ഫൈറ്റോഫ്തോറ, പിത്തിയം അതുപോലുള്ള രോഗാണുക്കൾ കൊണ്ടാണ്. ഇവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പലതരം വിളകളെ ആക്രമിക്കാനുള്ള സാധ്യത. അപ്പം എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, നമ്മൾ നടുമ്പോൾ വിത്തായിരിക്കും തടത്തിൽ സാധാരണ ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ എല്ലാവർക്കും നമുക്കൊരു പ്രോട്രേ വാങ്ങാൻ സാധിക്കും. ഒരു 16 മുതൽ 22 രൂപയുടെ ഇടയ്ക്കേ വരത്തുള്ളൂ. അതുണ്ടെങ്കിൽ 100 തൈകൾ, 98 ദ്വാരങ്ങളാണ് പ്രോട്രയ്ക്കുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ തൈകളാക്കിയ ശേഷം വളർത്തിയെടുത്ത തൈകൾ നമുക്ക് തടത്തിൽ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വിത്തിട്ട് അതിൽ നിന്നും തൈ വരുമ്പോഴും ഈ വെള്ളക്കെട്ടെല്ലാം ഉള്ള സാഹചര്യത്തിൽ ബുദ്ധിമുട്ട്. അതിനോടൊപ്പം ഒന്നുണ്ട് AMF എന്ന് പറഞ്ഞിട്ട് വെള്ളായണി കാർഷിക കോളേജിലെ മൈക്രോബയോളജി വിഭാഗത്തിൽ കിട്ടും. കിലോയ്ക്ക് 100 രൂപയെ വരുന്നുള്ളൂ. AMF ആബസ്കുലാർ മൈക്കോറൈസൽ ഫഞ്ചൈ എന്നൊരു കുമിളാണ്. അപ്പം ഇത് നമ്മുടെ വേരുകളിലാണ് പിടിച്ചിരിക്കുന്നത്. വെള്ളവും മൂലകങ്ങളും വലിച്ചെടുക്കുന്ന കൂടാതെ രോഗത്തിനെ നിയന്ത്രിക്കാനും സഹായിക്കും. അപ്പം തീർച്ചയായിട്ടും എല്ലാ കർഷകരോടും എനിക്ക് പറയാനുള്ളത്, വിത്ത് നേരിട്ട് തടങ്ങളിൽ നടാതെ നമുക്ക് ഇതുപോലെ പ്രോട്രേകൾ 22 രൂപയുള്ളൂ. പിന്നെ മണ്ണിര കമ്പോസ്റ്റും ചകിരിച്ചോറും 1:1 എന്ന അനുപാതത്തിലുള്ളതാണ് നമ്മൾ ഇത് നിറയ്ക്കാൻ ഉപയോഗിക്കുന്നത്, മണ്ണല്ല. അതെ, ഇത് ഓരോ ദ്വാരത്തിലും ഒരു 1/4 ഭാഗം നമ്മൾ നിറച്ച ശേഷം AMF അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വിത്തിന് 5 ഗ്രാം എന്ന് തോന്നുന്നു. പിന്നീട് നമ്മൾ ഉപയോഗിക്കില്ല. ആകെ AMF ഉപയോഗിക്കുന്നത് വിത്തിടുമ്പോൾ മാത്രമാണ്. അത്തരത്തിൽ 15 ദിവസം പ്രായമായ തൈകൾ നമ്മൾ പറിച്ചു നടുമ്പോൾ, ഞാൻ ധാരാളം എക്സ്പെരിമെന്റ് നമ്മുടെ ലാബിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റും സാധാ വിത്തുകൾ മുളച്ചു വരാൻ സമയമെടുക്കുമ്പോൾ ഒരു 3-4-5 ദിവസം, പയറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നല്ല വലിപ്പത്തിൽ ആരോഗ്യമുള്ള തൈകൾ നമുക്ക് ലഭിക്കുന്ന കാണാം. 100 രൂപയേ ഉള്ളൂ സാർ കിലോയ്ക്ക്. അപ്പോൾ ഒരു 5 ഗ്രാം ഒരു വിത്തിനിടാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങനെ ചെയ്യുന്നത് വളരെയേറെ പ്രയോജനമായിട്ടുള്ളൊരു കാര്യം. ആരോഗ്യമുള്ള തൈയാണെങ്കിൽ അതായത് നമ്മൾ ഒന്നും ചെയ്യാത്ത വിത്തുകൾ മുളച്ചു വരാൻ സമയമെടുക്കും. അത് തൈപ്പരുവമായി പറിച്ചു നടാൻ ഇപ്പോൾ കൂടുതൽ സമയമെടുക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ AMF ഉണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ വളരാനുള്ളൊരു ശക്തി ലഭിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ സാറേ, ഞാൻ കൊല്ലം ജില്ലയിൽ പുനലൂരിൽ നിന്ന് വിളിക്കുകയാണ്. ചോദിച്ചോളൂ. മാഡം, ഞാൻ വിളിച്ചത് ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു. ചക്കപ്പൊടിയും പിന്നെ മണ്ണൂടെ മിക്സ് ചെയ്ത് ചകിരിച്ചൂടെ ചേർത്ത് ചാണകപ്പൊടി എല്ലുപൊടി ഇട്ട് നട്ടു ഇപ്പൊ നല്ല രീതിയിൽ കിളിച്ചൊക്കെ വരുന്നുണ്ട്. നല്ലപോലെ കിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറെ 10 ചാണകം കലക്കി വെച്ചായിരുന്നു. അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ അഡ്വൈസ് ചെയ്യാവൂ? ഇഞ്ചി നടുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് സ്റ്റെം ബോറർ എന്ന് പറയും. തട തുരന്ന് ഉള്ളിൽ കയറുന്ന പുഴു വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ചീയൽ രോഗവും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാർ എല്ലാ ദിവസവും നമ്മൾ മോണിറ്ററിംഗ് ആണ് ഏറ്റവും പ്രധാനമുള്ള. അതിൻ്റെ തൊട്ടടുത്ത് മറ്റ് വിളകൾ മറ്റോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതിൽ നിന്നും ഇലകൾക്കും ഇലപ്പുള്ളി രോഗവും ചീയലും വരാനുള്ള സാധ്യത. ഇപ്പം മഴക്കാലമാണല്ലോ നമ്മൾ പ്രത്യേകിച്ച് അതുകൊണ്ടാണ് പറയുന്നത്.
അപ്പം ഇതിൽ ഇലപ്പുള്ളികളോ മറ്റോ ആദ്യമേ കാണുന്നെങ്കിൽ ഉടൻ തന്നെ 1-2 ഇലകളെ ഉള്ളെങ്കിൽ നമ്മൾ കുമിൾനാശിനികളോ മറ്റോ ഒന്നും അടിക്കേണ്ട കാര്യമില്ല സാർ. അതിനെ നമ്മൾ റിമൂവ് ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ ചുവട് ഭാഗം, മണ്ണിൻ്റെ ചുവട് ഭാഗത്ത്, ഇപ്പം സാറ് പച്ച ചാണകം തെളി എന്ന് പറഞ്ഞപ്പം കുഴപ്പമില്ല, പച്ച ചാണകം അങ്ങനത്തെ ഉള്ള ഇട്ട് കൊടുക്കരുത് സാർ. ജൈവവളം ആകുമ്പോൾ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ്, ഇപ്പോൾ കോഴിക്കാരോ ഒക്കെ ഇടുകയാണെങ്കിൽ തന്നെയും നമ്മൾ 1-2 ദിവസം നന്നായിട്ട് വിരിച്ച് അതിൽ നിന്നും ചൂട് വരും. അപ്പം സാധാരണ കർഷകർ ഈ പൗൾട്രി മാനുവറൊക്കെ ഇടുമ്പോഴത്തേക്കും ചൂട് കൊണ്ട് തന്നെ കരിഞ്ഞു പോകും. അപ്പം വളം ഇടുന്നതും വളരെ ശ്രദ്ധിക്കുക. മണ്ണിൽ നമുക്ക് ശുചിത്വം ഉണ്ടാകുന്നത് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പം 1-2 ഇലകളിലൊക്കെ ഈ പുള്ളികളും അത്തരത്തിൽ വരികയാണെങ്കിൽ ഉടൻ തന്നെ സാറ് റിമൂവ് ചെയ്താൽ മാത്രം മതിയാവും. ആവശ്യത്തിന് വളം കൊടുക്കുക. ജൈവവളം എന്ന് പറയുമ്പോൾ ചാണകമോ ഇലകളോ മാത്രം അല്ലാണ്ട് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അത് മാത്രം മതിയാവും സാർ. പിന്നെ വേറെ എന്ത് കൊടുക്കാം മാഡം? അതിൽ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള നമുക്ക് രാസവളങ്ങളുണ്ട് സാർ. യൂറിയ ഉണ്ട്. ഇപ്പം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൊട്ടാഷ് അടങ്ങിയ വളങ്ങളുണ്ട്. MOP എന്ന് പറയുന്നത് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ഉണ്ട്. രാജ്ഫോസ്, 3 വളങ്ങളാണ് പ്രധാനം കൊടുക്കേണ്ടത് നമുക്ക്. യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് എന്ന് പറയുന്നത്. രാജ്ഫോസ് ചിലപ്പോൾ സാറിൻ്റെ മണ്ണിൽ പൊട്ടാഷിൻ്റെ അളവ് ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട സാറ്, ഈ ചാണകം തന്നെ, ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ കോഴിക്കാരോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് അത് നമുക്ക് നൈട്രജൻ അതിൽ നിന്ന് കിട്ടും. പക്ഷേ പൊട്ടാഷ് എന്ന് പറയുന്നത് നമുക്ക് ജൈവം എന്ന് പറയുന്നത് ചാരം മാത്രമേ ഉള്ളൂ സാർ. അതുകൊണ്ട് നമ്മൾ രാസവളം MOP, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞ രാസവളം ഉണ്ട് സാർ. അത് നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ തടത്തിൽ ഒരു ചെറിയ കൈപ്പിടി പോലെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, വേര് വളരുവാനും. അതെ, വേപ്പിൻ പിണ്ണാക്ക് നടുന്നതിന് ഒരു 3-4 ദിവസം മുമ്പാണ് സാധാരണ ആദ്യം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ കൊടുക്കുന്നത് നിമാവിരകളെയും മറ്റ് ബാക്ടീരിയ പോലത്തെ ഉള്ളതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. എങ്കിലും സാറ് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞതുപോലെ ചില നാമ്പോല ഊരി വരുന്നതും വാടി കരിഞ്ഞ് നിൽക്കുന്ന കണ്ട അപ്പം തന്നെ ശ്രദ്ധിക്കുക. അത് ഊരി വരികയാണെങ്കിൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെംബോറർ ഉണ്ടാവും. കൂടാതെ നമുക്ക് ചീയലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇലപ്പുള്ളിയും വരും. ആദ്യം മുതൽ തന്നെ അത് ശ്രദ്ധിച്ച് ഇലകൾ റിമൂവ് ചെയ്ത് പറഞ്ഞ പോലെ സൂഡോമോണാസോ ട്രൈക്കോഡോമയുണ്ട് സാർ. ബയോകൺട്രോൾ സൂക്ഷ്മ മിത്ര കുമിളാണ്. അത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചാണകപ്പൊടിയിലും വേപ്പിൻ പിണ്ണാക്കിലും നമുക്ക് ട്രൈക്കോഡർമ വർദ്ധിപ്പിച്ച് 15 ദിവസവും സാർ ഓരോ മാസം ഇടവിട്ട് ചെയ്തു കൊടുത്തോളൂ. ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ആദ്യത്തെ മാസം ചേർത്ത് കൊടുക്കുക, പിന്നെ അതിൻ്റെ അടുത്ത മാസം. അപ്പം ഇത് മണ്ണിലുണ്ടെങ്കിൽ നമുക്ക് മറ്റു കുമിളുകൾ വരാതിരിക്കാൻ സഹായിക്കും. താങ്ക് യു. ഒരു പ്രിക്കോഷണറി മെഷറായിട്ടാണ് ഇപ്പം വിളിച്ച ശ്രോതാവ് ചോദിച്ചത്. ഇഞ്ചിയിൽ ഇപ്പൊ ഈ ചീയൽ കാണാറുണ്ട്. അടുത്തിടയ്ക്ക് ഒത്തിരി കർഷകർ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇഞ്ചി നട്ട കർഷകർ എന്തോ ചെയ്യാൻ സാധിക്കും? ട്രൈക്കോഡർമയൊക്കെ ഇപ്പോൾ ഇടാൻ സാധിക്കും. നടുന്ന സമയത്ത് തന്നെ നടുന്നതിന് ഒരാഴ്ച മുമ്പോ മറ്റോ ചേർത്ത് ആദ്യമേ കൊടുക്കുന്നത് വളരെ പ്രയോജനപ്രദമാണ്. ഇഞ്ചിക്ക് ബാക്ടീരിയ മുഖാന്തരവും കുമിൾ മുഖാന്തരവും ഒക്കെ ഉള്ള ചീയൽ വരും. ഇനി എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. വെറുതെ നമ്മൾ കുമിൾനാശിനികളെല്ലാം അടിച്ച് അടുത്തിടെ തന്നെ നമുക്കറിയാം വളരെ രൂക്ഷമായിട്ടുള്ള കുമിൾനാശിനികളും കീടനാശിനികളും അടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പല കർഷകർക്കും. പക്ഷെ അത് നമുക്കും മറ്റുള്ളവർക്കും എല്ലാം ഹാനികരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മിത്ര കുമിളുകളുണ്ടെങ്കിൽ മണ്ണിൽ ആദ്യമേ ചേർത്ത് കൊടുത്ത് ലക്ഷണങ്ങളും മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഇപ്പോൾ ഒരു വിള നടുമ്പോൾ അതിൽ എന്തൊക്കെ രോഗങ്ങൾ അല്ലെങ്കിൽ കീടങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ആ ലക്ഷണം കാണുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചീയൽ കാണുമ്പോൾ ചിലപ്പോൾ കുമിള് കൊണ്ടാണെന്ന് വരും. പക്ഷേ അത് ഉയർത്തി നോക്കുമ്പോഴാണ് അതിൽ ദ്വാരം കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു കീടമാണത്. അതിന് നമുക്ക് തണ്ടുതുരപ്പനാണ്. അതിനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മാഡം, ഒരു ലിസണറും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ. കൊല്ലം കുടിക്കോട് ഇന്ന് സദാശിവനാ. സദാശിവൻ ജി, ചോദിച്ചോളൂ സാർ. പടവല ഉണ്ടല്ലോ, പടവല വന്ന് കാപിടിച്ച് ഒരു 6 ഇഞ്ച് വലിപ്പമൊക്കെ ആകുമ്പോഴത്തേക്ക് അതങ്ങ് അഴുകിപ്പോകും. നടുന്നത് ഞാൻ ഈ ചാക്കിനകത്ത് നിറച്ചാണ് നടുന്നത്. സൈക്കോട്ടർമയും വേപ്പമിണ്ണാക്കും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് നടുന്നത്. മണ്ണാണെങ്കിൽ നേരത്തെ കുമ്മായിട്ട് മിക്സ് ചെയ്ത് ആ മണ്ണാണ് കളത്തി നടുന്നത്. കായ അഴുകി പോകുന്നതാണോ നമ്മുടെ പടവലത്തിന്റെ ചെടി അഴുകി പോകുന്നതാണോ സാർ പറഞ്ഞത്? അല്ല, ചെടിയല്ല, കായ അഴുകി പോകും. 6 ഇഞ്ച് വലിപ്പമൊക്കെ ആകുമ്പോൾ അത് അഴുകി പോവാണ്. അതിൽ സാർ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കായ്കളിൽ ചെറിയ ദ്വാരവും അതിൽ കറ പോലെ എന്തെങ്കിലും ഇരിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കറ പോലൊന്നുമില്ല. പാവൽ, പടവലം എന്നിവയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന കായ്ച്ചയാണ്. അതായത് ഇവ പൂവിൽ നിന്നും തിരിയിലോട്ട് വരുന്ന 9ാമത്തെ ദിവസം, ആ കുഞ്ഞു തിരിയാവൂലേ, ആ സമയത്താണ് ഈ കായ്ച്ച വന്ന് കുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പേ കാണാൻ പറ്റില്ല. പക്ഷേ പാവലും പടവലും ഈ സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ വലിയതായി വരുമ്പോഴാണ് പെണ്ണീച്ച വന്നാണ് ഈ തിരി പരുവത്തിൽ കുത്തുന്നത്. കുത്തി ഇതിനുള്ളിൽ പുഴുക്കൾ ഉണ്ടാവും. അപ്പോഴൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പുഴുക്കൾ വലുതായി അത് ഉള്ളിലത്തെ ഭാഗമെല്ലാം കാർന്ന് നിന്ന് കഴിയുമ്പോഴാണ് ഇത് കാണാൻ പറ്റുന്നത്. അപ്പം ഇനി പോയിട്ടൊന്ന് നോക്കുക, പടവലത്തിൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ അവിടെ നിന്നായിരിക്കും ചീഞ്ഞ് വരുന്നത്. കൂടെടുത്ത്
അല്ല, അത് മാത്രം പോരാ സാർ. അത് പെണ്ണീച്ചകളുടെ ആക്രമണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. കൂടാണ്ട് നമുക്ക് ഫെറമോൺ ട്രാപ്പ് ഉണ്ട് സാർ. നമ്മൾ പച്ചക്കറികൾക്കായിട്ടുള്ള ഫെറമോൺ ട്രാപ്പ് സാറ് വാങ്ങിച്ചു വെക്കണം. 10 സെന്റിന് ഒരെണ്ണം മതിയാവും, പന്തലിന്റെ അടുത്തായിട്ട് വെക്കുക. അപ്പൊ അത് വഴി നമുക്ക് ആണീച്ചകളെ ആക്രമിച്ച് കൊല്ലാൻ സാധിക്കും. അത് മാത്രം പോരാ, 4 തടങ്ങൾക്ക് നടുവിൽ 1 എന്നോണം ചിരട്ടക്കണി കെട്ടിത്തൂക്കണം. അതിൽ വഴി മാത്രമേ നമുക്ക് പെണ്ണീച്ചകളെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് പലതരം കെണികൾ സാറിന് അറിയായിരിക്കും അല്ലെ. നമ്മുടെ പാളയന്തോടം പഴം ചെറുതായിട്ട് മുറിച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒരു ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനി ഇട്ട് കൊടുക്കുക. അത് ആഴ്ചതോറും മാറ്റണം, അത് നമ്മുടെ ചിരട്ടയിൽ നിന്ന് മാറ്റണം. പിന്നെ ഏറ്റവും പ്രധാനം, ഇത്തരത്തിലുള്ള കായ്കൾ, അഴുകിയ കായ്കൾ മണ്ണിൽ വീണ് കിടക്കാനുള്ള അവസരം കൊടുക്കരുത്. നമ്മുടെ പടവലത്തിലുള്ള പുഴു മുറിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, പുഴു ആദ്യം ചെയ്യുന്നത് മണ്ണിലോട്ട് എടുത്ത് ചാടുകയാണ്. എന്നുവെച്ചാൽ അതിന്റെ ജീവിതചക്രം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മണ്ണ് ആവശ്യമാണ്. താഴെ വീഴാതിരിക്കാൻ ശ്രമിക്കണം. ഇത്തരത്തിൽ അഴുകിയ കായ്കൾ ഇന്ന് തന്നെ പോയി തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പൊ അതിൽ ഉള്ള പുഴുക്കളെല്ലാം നശിച്ചു പോകും. താഴെ കായ്കളെ വീഴാൻ സമ്മതിക്കരുത്. പിന്നെ മണ്ണ് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ഇത്തരം പുഴുക്കൾ മണ്ണിൽ വന്നാൽ അത് നമ്മൾ ഇളക്കുമ്പോൾ എന്ത് പറ്റും, പക്ഷികളും മറ്റും വന്ന് അതിനെ ഭക്ഷിക്കും. അത്യാവശ്യമാണെങ്കിൽ മാത്രം നമ്മളൊരു കീടനാശിനി, അതിപ്പോ നമ്മൾ ഇത്രയും ചെയ്താൽ തന്നെ സാറിന് സംരക്ഷിക്കാൻ സാധിക്കും. അതുപോലെ ഒരു സംശയം ഇവിടെ, കുറെ വെണ്ട നട്ടിട്ടുണ്ടായിരുന്നു. നല്ല ആരോഗ്യത്തോടെ വന്നവരെ 3-4 അടി വരെ ഉയരം പോയി. പൂ വരേണ്ട സ്ഥലത്ത് ഇലയാണ് വരുന്നത്, പൂമൊട്ട് വരുന്നില്ല, ഇല മാത്രം വരും. ഇലകളാണ് വരുന്നത് പൂക്കൾക്ക് പകരം? ഇലകളാണ് വരുന്നത്. അതായത് പൂക്കൾക്ക് പകരം ഇലകൾ വരുന്നത് ഫൈറ്റോപ്ലാസ്മ എന്നൊരു രോഗമാണ്. വെണ്ടയിൽ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. വഴുതനയിൽ കൊച്ചിലെ രോഗം എന്ന് കേട്ടിട്ടുണ്ടാവും. പടവലത്തിലും പാവലിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിന് ഇല പരന്ന നിറത്തിൽ. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ അതിൽ പഠിക്കുന്ന ഒരാളുമാണ്, അതുകൊണ്ട് ഞാൻ സാറിനെ നേരിട്ട് വിളിച്ചോളാം. ചിത്രങ്ങൾ കണ്ടാലേ നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ സാർ. വളരെ ഫൈറ്റോപ്ലാസ്മ ഡിസീസ് ധാരാളമായി ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. നമുക്ക് മുമ്പ് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഫലവൃക്ഷങ്ങളുണ്ടല്ലോ, മാംഗോസ്റ്റീൻ, പുലാസാൻ പോലുള്ള. അപ്പോൾ അടുത്തിടെ ഒരു പാങ്ങോടുള്ള ഒരു നല്ലൊരു വലിയ ഫാമറാണ്. അദ്ദേഹം സ്വന്തമായിട്ട് അവിടെ ഒരു വലിയ ഓർഗാനിക് ഒരു ഫീൽഡിൽ ചെന്നപ്പോഴത്തേക്കും 256 മാംഗോസ്റ്റീൻസ് ആണ് വളർത്തിയിരിക്കുന്നത് അവിടെ. അതിൽ ഒരു 160ഓളം എണ്ണത്തിൽ ഒരു പ്രത്യേക ലക്ഷണങ്ങൾ കണ്ടു. വിച്ചസ് ബ്രൂം എന്ന് പറയും, നമ്മൾ തമാശയ്ക്ക് പറയുന്നത് നമ്മുടെ ഡാഗിനി അമ്മൂമ്മ വരുന്ന ചൂലില്ലേ, അതുപോലത്തെയാണ് വരുന്നത്. പിന്നെ ഈ ഫൈറ്റോപ്ലാസ്മയുടെ പ്രത്യേകത ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ പൂക്കളുടെ സ്ഥാനത്ത് ഇലകൾ വരുന്നതാണ്. അത് വെണ്ടയിൽ ഞാൻ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പൂവേ ഉണ്ടാവില്ല. അപ്പോൾ അതിൽ പ്രജനനം ഇല്ല. ഏറ്റവും പ്രശ്നം ചെയ്ത് പെട്ടെന്ന് പടരും. വൈറസ് പോലെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വഴി പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെന്തായാലും നേരിട്ട് എന്തായാലും പോയി ശ്രദ്ധിച്ച് നോക്കാം. ഒരു ശ്രോതാവും കൂടെ ഉണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാണ്? ഞാൻ കായംകുളത്തിനടുത്ത് കണ്ടല്ലൂർ ജോഷി എന്ന് പറയുന്നത്. ജോഷി സാർ, മേഡത്തിന്റെ അടുത്ത് ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം മേഡം. ഈ മഴക്കാലങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ വിളകൾ എന്തൊക്കെ, അതിനെ എങ്ങനെ പരിപാലിക്കും? വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളാണ് എങ്കിലും എല്ലാ വിളകളും നമുക്ക് നടാൻ സാധിക്കും. പക്ഷേ പരിപാലനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വെള്ളം നിൽക്കുന്ന സ്ഥലമാണോ? വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. മണൽ ഉള്ള സ്ഥലമാണോ സാർ? മണലാവുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ സാധാരണ പറയുള്ളൂ, അമ്ലതയുള്ള മണ്ണിൽ നമ്മൾ കുമ്മായം ചേർക്കുന്നത് പോലെ ജിപ്സം എന്ന് പറയും സാർ, കാൽഷ്യം സൾഫേറ്റ്. അത് ജിപ്സം നമ്മൾ മണ്ണ് പരിശോധിക്കുക. ആ പരിശോധനയുടെ ഫലം അനുസരിച്ചിട്ട് നമ്മൾ മണ്ണിൽ ആദ്യമേ തന്നെ നടുന്നതിന് മുൻപ് തന്നെ നമ്മൾ ജിപ്സം ചേർത്ത് കൊടുക്കുക. പിന്നെ മണലുള്ള സ്ഥലമാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് ജൈവ വളങ്ങളും മറ്റും ചേർത്ത് കൊടുത്ത് മണ്ണിനെ ആദ്യം സമ്പുഷ്ടിപ്പെടുത്തുന്നത് അത്യാവശ്യമാണ്. ചില മൂലകങ്ങളെല്ലാം നമ്മൾ പറഞ്ഞല്ലോ മണ്ണ് പരിശോധന അനുസരിച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ജൈവ വളങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത ശേഷം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലുള്ള മിത്ര കുമിളുണ്ട്, ട്രൈക്കോഡർമ, അത് നമ്മൾ ചാണകത്തിലും ഇതിലുമെല്ലാം വർദ്ധിപ്പിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏറ്റവും പ്രധാനം നീർവാർച്ച സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതായത് വെള്ളം ഒരിടത്തും കെട്ടി നിൽക്കാൻ സൗകര്യം എടുക്കുക. സാറിന് റിഡ്ജസും ഫറോസ്, അതായത് മണ്ണ് കൂട്ടിക്കൊടുത്തും ഇപ്പുറത്ത് ചാലും കൊടുക്കുക. അപ്പം ഒരിക്കലും നമ്മൾ ഇത് ഓൾറെഡി സാറിൻ്റെ മണൽ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴുകി പോകാനുള്ളൊരു സൗകര്യം കൊടുത്ത് ഉയർത്തിയെടുക്കുക മണ്ണെല്ലാം. അങ്ങനെ ഉയർത്തിയെടുത്ത് ജൈവവളവും ഇതുമെല്ലാം ചേർത്ത് കൊടുത്താൽ സാറിന് പച്ചക്കറികളും വളർത്താനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഒരിക്കലും പെട്ടെന്ന് തന്നെ മണ്ണിൽ വെള്ളം നിൽക്കാനുള്ളൊരു സാഹചര്യം കൊടുക്കരുത്. ഇത് രണ്ടും കൂടാതെ നമുക്ക് ജൈവവളങ്ങൾ, സാധാരണയുള്ള ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ശുപാർശയുണ്ട് സാർ, നമ്മുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബുക്കുണ്ട്. അതിൽ നമ്മൾ ഓരോ വിളകൾക്കും ഓരോ സാഹചര്യത്തിൽ മണ്ണിൻ്റെ സാഹചര്യം അനുസരിച്ച് എന്തൊക്കെ വളങ്ങൾ കൊടുക്കാമെന്നുള്ള ശുപാർശ ഓൾറെഡി ഉണ്ട്.
സാർ ഇപ്പം എന്തൊക്കെ നട്ടിട്ടുണ്ട് കൃഷിയിടത്ത്? പാവലുണ്ട്, പയറുണ്ട്, പടവലം ഉണ്ടായിരുന്നു. ഈ പാവലിലാണെങ്കിലും എന്റെ ഇലകളിൽ ഒരുപാട് കീടനാശിനികൾ പിടിക്കും. ചാണകമാണെങ്കിൽ ചാണകം ഇടാറുണ്ട്, പിന്നെ ജൈവവളങ്ങൾ ഇടാറുണ്ട്. അല്ല, രാസവളം കൊടുക്കണം സാർ. നമ്മൾ ഇതുകൊണ്ട് മാത്രം ഓൾറെഡി സാറിന്റെ മണൽ ഇതാണ്, അതുകൊണ്ട് അതിൽ തന്നെ ജൈവ അംശം വളരെ കുറവാണ്. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ജൈവവളങ്ങൾ തുടക്കത്തിൽ ഇട്ട് കൊടുത്ത ശേഷം ഇപ്പൊ ഈ പറയുന്ന വിളകളെല്ലാം സാർ ചെയ്യുന്നുള്ള ഇതിനെല്ലാം നമുക്ക് ശുപാർശയുണ്ട്. രാസവളം ഏതൊക്കെയാണ് എത്ര സമയത്തിനിടണം എന്ന് അത്യാവശ്യമായിട്ടുണ്ട്. പാവലിന്റെ ഇലകളിൽ ആമവണ്ട് പോലുള്ള, ആമവണ്ട് സാറിന് കണ്ട ആ ഇലയുടെ അടിവശം നോക്കി കഴിഞ്ഞാൽ ഒരു മഞ്ഞ നിറത്തിലുള്ള മുള്ളുകളുള്ള ചെറിയ പുഴു പോലെയെല്ലാം കാണാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ദിവസവും നമ്മൾ നോക്കുമല്ലോ വിളകളെ. അപ്പോൾ അതിൽ ഇത്തരത്തിൽ കീടങ്ങളോ മറ്റോ കുമിളുകളോ ഒക്കെ പറ്റിയിരിക്കുന്ന ഇലകൾ അല്ലെങ്കിൽ ചെറിയ വള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിച്ച് നമുക്കൊരു കവറിലിട്ട് മാറ്റിയ ശേഷം ഈ വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഒരു 10 ദിവസം ഇടവിട്ട് ഇടയ്ക്ക് അടിച്ചു കൊടുക്കുക. പിന്നെ ചുവട്ടിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ട്രൈക്കോഡർമ അതുപോലുള്ളത് ചേർത്ത് കൊടുക്കുന്നത് പ്രൊട്ടക്ഷന് സഹായിക്കും. പിന്നെ കായ്ച്ച പറഞ്ഞല്ലോ, കായ്കളെ ബാധിക്കുന്ന പാവലിന് കായ്ച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പം കോമൺ ആയിട്ടുള്ള പ്രിക്കോഷൻസ് സമയാസമയങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. മണ്ണ് ഈ പറഞ്ഞതുപോലെ ജൈവവളവും ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള രാസവളങ്ങൾ ചേർത്ത് കൊടുത്താൽ നമുക്ക് എല്ലാ വിളകളും ഏകദേശം നടാൻ സാധിക്കും. ഈ കായ്ച്ച നമ്മുടെ ഈ വിളകളിൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ കെണികളെ കുറിച്ച് പറയാറുണ്ട്. കർഷകർക്ക് അതിനുള്ള ഒരു അവയർനെസ് ഉണ്ടോ? അതോ ചിരട്ടക്കെണികൾ വെക്കാറുണ്ട് പലതരത്തിലുള്ള ഇത് വെച്ചിട്ട്. പക്ഷെ ഫെറമോൺ കെണി നമ്മളിപ്പോ പച്ചക്കറികളിലാണ് സാർ കൂടുതലും അറിയുന്നത്, പാവൽ, പടവലം. എന്നാൽ ഫലവർഗ്ഗങ്ങളിലും ഉണ്ട്, മാതളം, പേരയ്ക്ക. അപ്പൊ ഇതിലെല്ലാം ഇതുപോലെ തന്നെ ഈ പോട്ട് ബഗ് എന്ന് പറയും, നീരൂറ്റി കുടിക്കുന്ന ഒരു ബഗ് ഉണ്ട്. ഇപ്പൊ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇത് ബാക്ടീരിയ, കുമിൾ കൊണ്ടുള്ള രോഗമാണ്. പക്ഷെ ഒരു കർഷകൻ അദ്ദേഹം സന്ധ്യ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും കായ്കളെ മൂടി ഇത്തരത്തിലുള്ള നീരൂറ്റി കുടിക്കുന്ന പോട്ട് ബഗ്സ് എന്ന് പറയും, അത് വരും. അപ്പൊ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. പകല് കാണാൻ പറ്റില്ല, സന്ധ്യ നേരം കഴിയുമ്പോഴാണ് നീരൂറ്റി കുടിക്കുന്നത്. അപ്പം ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ചെറിയ പേരയ്ക്കയില് അതിന്റെ തണ്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഒരു കറുപ്പ് മാതിരി വരും, അത് പൊഴിഞ്ഞു പോകാറുണ്ട്. അത് 2 തരമുണ്ട് സാർ. കാങ്കർ എന്ന് പറയും, നമ്മൾ ബാക്ടീരിയൽ കാങ്കർ എന്ന് പറഞ്ഞിട്ട് ഈ മമ്മിഫൈ ചെയ്യും. അത് ഒരെണ്ണം ബോട്രിയോ ഡിപ്ലോയുടെ ഒരു കുമിളാണ്, കറുത്ത് ചേർന്നിട്ട് നമ്മുടെ സീതപ്പഴമൊക്കെ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അത് 1-2 ഉള്ളെങ്കിൽ നമ്മൾ അത് മാറ്റിയ ശേഷം ആ തണ്ടിന്റെ ഭാഗം തൊട്ട് മുറിച്ചിട്ട് നമുക്ക് കുമിൾനാശിനികൾ കൊടുക്കാം. കുമിൾനാശിനി അടിച്ചു കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞിട്ട് മറ്റു കായ്കൾ എടുക്കാവുള്ളൂ. ബാക്ടീരിയലിലാണെങ്കിൽ നമുക്ക് കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന് പറയുന്നത്, അത് 2 സാർ. ആന്റി ഫംഗൽ പ്ലസ് ആന്റി ബാക്ടീരിയൽ ആണ്. അത് മറ്റ് കായ്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ചക്കയിലൊക്കെ നമ്മൾ റൈസോപ്പസ് പറയത്തില്ല സാർ, കുഞ്ഞു കായ്കൾ ഫുൾ കറുത്ത് വരത്തില്ലേ. അപ്പൊ അതിനൊന്നും പിന്നെ സംരക്ഷിക്കാൻ പറ്റില്ല. അടുത്ത കായ്കളിൽ വരാതിരിക്കാൻ നമുക്ക് മാറ്റിയ ശേഷം നമ്മൾ ആ ബ്രാഞ്ചസ് മുറിച്ചാൽ നമ്മൾ ഒരു കുമിൾനാശിനി കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ, ആരാണ്? പറഞ്ഞോളൂ മേഡം. അവക്കാട് മരം ഇല്ലേ, അത് 5-6 വർഷമായി, ഇതുവരെ പൂത്തിട്ട്. അതിനെന്ത് ചെയ്യണം? പല ഫലവൃക്ഷങ്ങൾക്കും കുറച്ച് വർഷം എടുക്കും ആദ്യം ഒന്ന് പൂത്ത് വരാൻ. ഏതൊക്കെ വളങ്ങളാണ് മാഡം കൊടുക്കുന്നത്? ജൈവവളങ്ങളാണോ രാസവളങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ? ജൈവവളം കൊടുക്കുന്നത്. രാസവളം നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മൾ 3 തരത്തിലുള്ള വളങ്ങളാണ് പറയുന്നത്. NPK അടങ്ങിയിട്ടുള്ള യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ്. അപ്പം പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ വളരെ അത്യാവശ്യമാണ് മാഡം. മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്നതാണ് നമുക്കിപ്പം പൊട്ടാഷിൻ്റെത്. ജൈവവളം എന്ന് പറയുന്നത് ചാരമാണ് അധികമായിട്ട് ലഭിക്കുന്നത്. ചെറുതായിട്ടൊരു തടവെല്ലാം തുറന്നു കൊടുത്തിട്ട് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പം അവക്കാഡോയുടെ അധിക വിവരം എനിക്കില്ല, പക്ഷേ മാവൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും എല്ലാ ദിവസവും വൈകിട്ട് ഇലകളെല്ലാം കൂട്ടിച്ചേർത്ത് ചെറുതായിട്ട് കത്തിച്ചു കൊടുത്താൽ അതിൽ നിന്നും പുക വരും. അതിൽ എത്തിലീൻ എന്ന് പറയുന്ന ഒരു ഹോമോൺ ഉണ്ട്. അത് നമുക്ക് ഇതുപോലെ കായ്കൾ വരാനും എല്ലാം സാഹചര്യം ഒരുക്കും. എന്തായാലും മാഡം ഇപ്പം തടമെടുത്ത ശേഷം പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക. പിന്നെ മരത്തിൽ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത്, പ്രൂൺ എന്ന് പറഞ്ഞാൽ കൊമ്പ് കോതി കൊടുക്കുക. മഴക്കാലം ആണല്ലോ, അപ്പൊ അത് ഒന്ന് ശാഖകളെല്ലാം ഒന്ന് കോതി കൊടുത്ത ശേഷം ഏതെങ്കിലും ഒരു കുമിൾനാശിനി, ഏറ്റവും നല്ലത് കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന് പറയും മാഡം, അത് ഒരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നോണം കോതി കൊടുത്ത് മുറിവ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്കത് തളിച്ചു കൊടുക്കാം. ചുവട്ടിൽ ഈ പറഞ്ഞതുപോലെ ജൈവവളം കൊടുത്ത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാം. ഓക്കെ, താങ്ക് യു. മേഡം, ഈ മഴക്കാല സമയത്ത് നമ്മുടെ അതിന് പ്രൂണിംഗ് ആവശ്യമല്ല? 2-3 പ്രാവശ്യം സൂചിപ്പിച്ചു. അതെ സാർ, വളരെ അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, റംബൂട്ടാൻ പോലുള്ളത്. അതെ. ഇപ്പം പച്ച നിറത്തിൽ തന്നെ കായ്കൾ കൊഴിഞ്ഞു വീഴുന്നതായിട്ടാണ് കാണുന്നത്. മഴ വരുമ്പോഴത്തേക്കുമുള്ള ആ വെയിറ്റ് കൂടിക്കൊണ്ടും പിന്നെ ശിഖരങ്ങൾ ഒടിഞ്ഞൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധാരണ നമ്മൾ പറയുന്നത് എപ്പോഴാണ്, പൂ ഇടുന്നതിന് മുൻപ് ഓരോ മരവും ഇന്ന സമയത്താവുന്നുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ചുറ്റുമുള്ള ശിഖരങ്ങൾ ഒരേപോലെ കൊടുക്കുമ്പോൾ വെയിലേക്കാനും ഉള്ളിലുള്ള കുമിളുകൾ മറ്റുള്ള നശിക്കാൻ സഹായിക്കും. ഷേപ്പിൽ തന്നെ ഓരോ മരത്തിനും അങ്ങനെയുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്കത് അത്യാവശ്യമാണ്. പക്ഷെ പറഞ്ഞതുപോലെ മുറിവുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു കുമിൾനാശിനി
അടിക്കുക. 10-15 ദിവസം ഇന്റർവെൽ 1-2 പ്രാവശ്യം അടിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. 10% ബോഡോ കുഴമ്പോ അല്ലെങ്കിൽ 1% ബോഡോ മിശ്രിതമോ നമുക്ക് തളിച്ചു കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതായത് മുറിവുകൾ വന്ന് അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാതിരിക്കും. ഫ്രൂട്ട് ക്രോപ്സിന് ഇത് എന്തായാലും ഒരു നല്ല കാര്യം, അത്യാവശ്യമാണ്. വാഴയ്ക്കൊക്കെ ഈ സമയത്ത് പ്രത്യേക എന്തെങ്കിലും നമ്മൾ പ്രിക്കോഷൻസ് ചെയ്യണം? അതെ, വാഴ ക്രോപ്പിംഗ് കൊടുക്കാറുണ്ട് ഒടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം വാഴയുടെയും വേരുകൾ ഒത്തിരി താഴെ പോകുന്നതല്ല. അപ്പം ഏറ്റവും അത്യാവശ്യം നമ്മളൊരു കർഷകൻ പറഞ്ഞതുപോലെ വെള്ളക്കെട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത്യാവശ്യത്തിനുള്ള വളങ്ങളെല്ലാം കൊടുത്ത് അതിനെ പുഷ്ടിപ്പെടുത്തണം. വാഴയ്ക്ക് സാധാരണയും ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഇലപ്പുള്ളി രോഗങ്ങൾ. സിഗട്ടോക്ക പോലത്തുള്ള ഇലപ്പുള്ളി രോഗങ്ങൾ വന്ന് മാരകമാവുമ്പോൾ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത്തരത്തിൽ ലക്ഷണം കാണുന്നെങ്കിൽ ഉടൻ തന്നെ ആ തണ്ട് ഭാഗം, നമ്മുടെ ഇലയും പ്രധാന സൂഡോസ്റ്റോമും ജോയിൻ ചെയ്യുന്ന തണ്ടില്ലേ, അങ്ങ് താഴെ വെച്ച് മുറിക്കരുത്. തണ്ടിന്റെ കുറച്ച് ഭാഗം നിർത്തിയ ശേഷം ഇലകൾ മുറിച്ച് ചുവട്ടിലിടരുത്, ദൂരെ മാറ്റി കത്തിച്ചോളാം. അല്ലെങ്കിൽ മുറിവ് വന്ന് തടയിലോട്ട് നേരിട്ട് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ആദ്യമേ തന്നെ അത്തരത്തിൽ ഇലകൾ മുറിച്ച് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ മറ്റ് മരുന്നുകൾ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ എല്ലാ വാഴ കർഷകർക്കും ഉള്ള പ്രശ്നമാണ് ഇലപ്പുള്ളി. അപ്പം അതിന് ശുപാർശ ചെയ്യപ്പെട്ടുള്ള കുമിൾനാശിനികളുണ്ട്. പക്ഷെ കുമിൾനാശിനിയോട് നേരെ പോകാതെ ആദ്യമേ തന്നെ കറക്റ്റായിട്ടുള്ള സ്പേസിങ് അത്യാവശ്യമാണ്. 2 വാഴ നടുമ്പോൾ നേന്ത്രന് പാളയംകോടിനൊക്കെ പ്രത്യേകിച്ച് അകലമുണ്ട്. അതനുസരിച്ച് നട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പടരാതിരിക്കാൻ സാധിക്കും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ഇലകളെല്ലാം മാറ്റി റിമൂവ് ചെയ്ത ശേഷം നമുക്കൊരു കുമിൾനാശിനി. പലരും എന്ത് ചെയ്യും, നമ്മുടെ പഴമെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചുറ്റി വെക്കുന്ന സാധനം. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ ശുചിത്വം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹരിക്കോട്ട് വിളിക്കുകയാണ്. എന്റെ പേര് വിശ്വകുമാർ എന്നാണ്. പറഞ്ഞോളൂ സാർ. ഏതൊരു 19 മൂന്ന് പച്ചമുളകുണ്ട്. അതിപ്പോ ഈ മഴയായ കാരണം എല്ലാം ഒരു മുരടിപ്പ് മാതിരി നിൽക്കുകയാണ്. അപ്പൊ അതിന് നമുക്ക് എന്താ സൊല്യൂഷൻ പറയാൻ? മുളക് ആലോചിക്കുമ്പോൾ സാർ പെട്ടെന്ന് ആലോചിക്കണം അതിന്റെ കൂടുള്ള ഏതൊക്കെയാണ്. ഈ സൊളനേഷ്യസ് ഫാമിലിയിൽ വരുന്ന തക്കാളിയും വഴുതനയും, ഇത് ഏത് തന്നെ ആണെങ്കിലും നമ്മൾ നട്ട് കഴിയുമ്പോൾ ഒരേപോലെ തന്നെ ആദ്യമേ എന്ത് ചെയ്യണം, മഞ്ഞക്കെണി, നീലക്കെണി, ഇത് 2 നമ്മുടെ കൃഷിയിടത്തിൽ സ്ഥാപിക്കണം. എപ്പോൾ നട്ട് കഴിഞ്ഞാൽ കെണി വിളകളുണ്ട്, അതിലേക്ക് കീടങ്ങളെയും രോഗാണുക്കളെയും എല്ലാം ആക്രമിച്ചിട്ട് പ്രധാന വിളകളെ സംരക്ഷിക്കുന്നതാണ് കെണി വിളകൾ. അതിന് നമുക്ക് ചോളമുണ്ട്, പിന്നെ മാരിഗോൾഡ് അല്ലേ സാർ, ജമന്തി അല്ല ബന്തി, പിന്നെ ഇപ്പൊ അടുത്തിടെ നമുക്ക് സൂര്യകാന്തി. അതെ, അതിന്റെ ഇടയ്ക്ക് റോകളായിട്ട് നമുക്ക് നടാം, അല്ലെങ്കിൽ ബൗണ്ടറിയിൽ ബോർഡറുകളായിട്ട് നട്ടുകൊടുക്കാം. പിന്നെ വേപ്പധിഷ്ഠിത കീടനാശിനി നമ്മൾ കരുതിയിരിക്കണം. അതെ അതെ, അത് ഇലയുടെ അടിവശത്തും കൂടെ വീഴുന്ന തരത്തിൽ നമ്മൾ തളിച്ചു കൊടുക്കുക. ഇപ്പം മഴക്കാലമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു സ്റ്റിക്കിംഗ് ഏജന്റ്, കഞ്ഞിവെള്ളം ആയാലും മതി. കഞ്ഞിവെള്ളം തളിക്കുന്നത് നമ്മുടെ പോഷകം കൊടുക്കുകയും ചെയ്യും, ഇതെല്ലാം പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും, ഒലിച്ചു പോകും. 5 അല്ലെങ്കിൽ 6 ഇലപ്പരുവമാകുമ്പോൾ രോഗമുണ്ടോ ഇല്ലയോ നോക്കരുത്. ഒബറോൺ എന്ന് പറയുന്ന ഒരു കീടനാശിനി അത് തളിക്കുക. ഒരു 10 ദിവസം കഴിഞ്ഞ് വീണ്ടും തളിക്കുക. പിന്നെ വേപ്പധിഷ്ഠിത കീടനാശിനി. പിന്നെ തമ്മിൽ വളരെ അടുത്തായി പോയി കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള രോഗം പെട്ടെന്ന് പകരാനും എല്ലാം ഉള്ള സാഹചര്യം ഒരുക്കും. ഇപ്പം മുളകാണെങ്കിൽ തന്നെ ബ്രാഞ്ചിങ് ഉള്ളതുണ്ടാവും, ഒത്തിരി ഇല്ലാത്തത് കാണും. ഓരോന്നനുസരിച്ചിട്ട് നമുക്ക് ശുപാർശയുണ്ട്. അത് അകലം ആദ്യമേ പാലിച്ച് നട്ടാൽ തന്നെ നമുക്കിത് സ്പ്രെഡ് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം. ചില സാഹചര്യം വരുമ്പോൾ അത് മുഴുവൻ നശിച്ചു പോകുന്നത് ഒരു രീതി വരും. മാഡം, ഈ ഒബേറോണിനെ പറ്റി മാഡം 2-3 പ്രാവശ്യം സൂചിപ്പിച്ചു. ഇത് മൈറ്റ്, അതായത് മണ്ടരിക്ക് നമുക്ക് പ്രത്യേകിച്ച് കൊടുക്കുന്നതാണ്. കുറച്ചൊരു കോസ്റ്റ്ലിയും കൂടാണ്, അതായത് കുറച്ച് വിലയുണ്ട് സാർ. കർഷകർക്കൊരു വിഷമമാണത്. എങ്കിലും കുരുടിപ്പെന്ന് പറയുന്ന മണ്ടരിയുണ്ട്, വെള്ളീച്ചയുണ്ട്, മുഞ്ഞ, അങ്ങനെ മിക്സഡ് ഇൻഫെക്ഷൻ ആണ് മുളകിന് വരുന്നത്. നമ്മുടെ വൈറസും കൂടെ ഉണ്ട്. വന്നതിന് ശേഷം നമുക്കറിയാം മാറ്റാൻ നമുക്ക് സാധിക്കില്ല. അത് തുടക്കത്തിലെ ഒരു പ്രിവെൻഷനായിട്ട്, പ്രിക്കോഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് രൂപയാണെങ്കിലും മുളക് എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ആ ഒരു പ്രോട്ടോകോൾ നമ്മൾ പാലിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സംരക്ഷിക്കാനായിട്ട് മനസ്സിലാവും. പിന്നെ നമ്മൾ തീവ്രമായിട്ട് മുളക് വന്നതിന് ശേഷം പിന്നെ ഇത് അടിക്കേണ്ട കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിലൊന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഈ ഒരു പ്രിക്കോഷൻസ് അല്ലെങ്കിൽ നമ്മളൊരു മുൻകരുതലുകൾ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ വേണം സൂചിപ്പിച്ച് നമ്മുടെ മണ്ണ്, അതിന്റെ ശുചിത്വം അല്ലെങ്കിൽ അത് പരിചരണം, അതാണ് ഏറ്റവും അത്യാവശ്യം. അതായത് പലപ്പോഴും ചില കൃഷിയിടങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ഫലവൃക്ഷങ്ങൾ ഉണ്ടാവും. അതിന് ചുവട്ടിൽ എല്ലാ തരത്തിലുള്ള ജീർണ വസ്തുക്കൾ, കൊമ്പുകൾ മുറിച്ചിട്ട് നമുക്ക് വിഷമം. ശരിക്കും പറഞ്ഞാൽ കർഷകരെ അല്ല ഞാൻ പറയുന്നത്, എങ്കിലും എല്ലാ മരങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ശുചിത്വം നമ്മൾ കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പൊ പ്ലാവൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചക്കയും താഴെ നിപ്പുണ്ടാവും, അതിന്റെ ചുറ്റുപാടും അതിൽ നിന്നും വീണ് കിടക്കുന്ന ചക്ക, പല
പലതും കാണും. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും എന്ത് പറ്റും, പ്ലാവിനും ദോഷമാണ്, കായ്കൾക്കും അത് ദോഷമാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ മനുഷ്യർക്ക് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം പോലെ തന്നെ എല്ലാ വിളകൾക്കും ഒരു ശുചിത്വം എന്ന് പറയുന്നത് അവരുടെ അവകാശമായിട്ടാണ് ഞാൻ പറയുന്നത്. സോ അവർക്ക് അത് നൽകണം. എന്നാൽ മാത്രമേ മണ്ണിൽ കൂടെ പകരുന്ന കുമിളുകൾ, ബാക്ടീരിയകൾ ഇതിനെയെല്ലാം പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് ആദ്യം മുതൽ തന്നെ സാധിക്കത്തുള്ളൂ. ശുചിത്വമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. ഒരു ശ്രോതാവും കൂടെ ഉണ്ട്. ഹലോ. നമസ്കാരം സാറേ. നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? കോട്ടയത്ത് നിന്ന് രാധാമണിയാണ്. രാധാമണി മാഡം, ചോദിച്ചോളൂ. കുറച്ച് മുളക് തൈയുണ്ട്, ഇലയെല്ലാം ഇങ്ങനെ മഞ്ഞളിപ്പ് പോലെ വരുന്നുണ്ട്. ഞരമ്പുകളെല്ലാം പച്ച നിറത്തിലും ബാക്കി ഇലയുടെ ഭാഗങ്ങൾ വെളുത്തൊരു മഞ്ഞളിപ്പ് പോലെയാണോ മാഡം കണ്ടത്? അല്ല, ഇല മൊത്തം ഇങ്ങനെ മഞ്ഞളിച്ചാ വരുന്നത്. മൊത്തം വരുന്ന ഇലകളെല്ലാം മഞ്ഞളിച്ച് വരും. കുരുടിച്ചതുപോലെ വരുന്നുണ്ടോ അതോ? കുരുടിപ്പുണ്ട്. കുരുടിപ്പ് ഞാൻ മിശ്രിതമൊക്കെ തളിക്കുന്നുണ്ട്, എന്നാലും പിന്നെ വരുന്നുണ്ട്. സാധാരണ മുളകിൽ കാണുന്നുണ്ട്. അത് മൂലകങ്ങളുടെ കുറവ് കൊണ്ടും വരാൻ സാധ്യതയുണ്ട് മാഡം. ഇപ്പൊ ഒരു കാര്യം, മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്സം സോൾട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് നല്ലതാണ്. ഒരു 5 ഗ്രാം, നല്ല ആരോഗ്യമുള്ള ചെടിയാണെങ്കിൽ നമുക്ക് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നോണം നമുക്ക് പെട്ടെന്ന് തളിച്ചു കൊടുക്കാം. ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ്. KU സമ്പൂർണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് പച്ചക്കറികളിൽ കൊടുക്കാൻ പറ്റുന്ന മൈക്രോ ന്യൂട്രിയൻസിന്റെ തന്നെ മിശ്രിതങ്ങളുണ്ട്, സാധാരണ വളങ്ങൾ കൂടാതെ. അപ്പൊ ഏറ്റവും നല്ലത് എന്താണ് മാഡം? ഒന്ന് മണ്ണ് പരിശോധിപ്പിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് ഒരേ വിളകൾ നമ്മൾ ആ മണ്ണിൽ ഇടുമ്പോൾ മണ്ണിലുള്ള മൂലകങ്ങളെല്ലാം ഈ ചെടികൾ വലിച്ചെടുത്തിട്ട് അവയ്ക്കത് ലഭിക്കാതെ വരുന്നൊരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് പറ്റുമെങ്കിൽ മാഡം അത്യാവശ്യം നമുക്ക് മണ്ണ് പരിശോധിക്കുക. അമ്ലതയുള്ള മണ്ണാണെങ്കിൽ നമുക്ക് ശുപാർശ അനുസരിച്ചിട്ടുള്ള കുമ്മായം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ രാസവളങ്ങൾ കൊടുത്തിട്ട് എന്നിട്ടും ഇത്തരത്തിലുള്ള മൂലകങ്ങളുടെ, സാധാരണ കേരളത്തിൽ നമുക്ക് ബോറോൺ, കാൽസ്യം, സിങ്ക്, മഗ്നീഷ്യത്തിൻ്റെ ഒക്കെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ മുളകിൽ സാധാരണ കാണാറുണ്ട്. അത് ഞരമ്പുകൾ പച്ച നിറത്തിലും മഞ്ഞ നിറത്തിലുമായിട്ട് വരുന്ന മഗ്നീഷ്യം ഡെഫിഷ്യൻസിയാണ് സാധാരണ കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മൂലകങ്ങൾ കൊടുത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരുടിപ്പാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഇൻറ്റഗ്രേറ്റഡ്, സംയോജിതമായിട്ടുള്ളൊരു കീട രോഗ നിയന്ത്രണ ഒരു പാക്കേജ് ഉണ്ട് മാഡം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലല്ല, രാസമാണ് മാഡം. തെങ്ങിന്റെ ചെല്ലിക്കാണ്. അതായത് തെങ്ങില് നമുക്ക് അറിയാലോ, വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ മണ്ട വൃത്തിയാക്കി അതിന്റെ മുകൾ ഭാഗത്തുള്ള എല്ലാം ശുചിത്വമാക്കേണ്ടത്, ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മുകളിൽ കയറി നമ്മുടെ തെങ്ങിന്റെ ഓലകളെല്ലാം ചവിട്ടി തുറന്ന് മുകളിലുള്ള എല്ലാ ഇതും നശിപ്പിച്ച ശേഷം ഇതിൻ്റെ ചെല്ലിയുടെ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെല്ലിക്കോലും കൂടെ ഉപയോഗിച്ച് ആ ദ്വാരങ്ങളിൽ നിന്നും എടുത്ത് കളയണം. പിന്നെ നമുക്കിതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിലേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ മാഡം. നമ്മുടെ വീട്ടിലുള്ള 1-2 തെങ്ങിനെ പ്രൊട്ടക്ട് ചെയ്തു എന്ന് പറഞ്ഞ് വരാതിരിക്കില്ല. ബിക്കോസ് തൊട്ടടുത്ത് ഇതിൻ്റെ ചുവട്ടിൽ പച്ച ചാണകം മറ്റോ ഉണ്ടെങ്കിൽ അതിൽ കുണ്ടലപ്പുഴുവെല്ലാം വന്ന് ഇത് പ്രജനനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം മാഡത്തിൻ്റെ വീട്ടിൽ മാത്രമല്ല, നമ്മുടെ അയൽപ്പക്കത്തുള്ള എല്ലാവരും കൂടെ ഒരുമിച്ചൊരു പ്രയത്നം എടുത്താൽ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. വന്നു കഴിഞ്ഞാൽ മരുന്നല്ല മാഡം, നമുക്ക് ഈ പറഞ്ഞതുപോലെ ഓല ചവിട്ടി തുറന്ന ശേഷം നമുക്ക് 200 ഗ്രാം മണലിൽ 20 ഗ്രാം എന്നോണം നമുക്ക് കീടനാശിനി തന്നെയാണ് ഉപയോഗിക്കേണ്ടത് മാഡം. ഫിപ്രോനിൽ എന്ന് പറയുന്ന ഒരു കീടനാശിനിയുണ്ട്. അത് നമ്മൾ മാസ്കും ഗ്ലൗസും, FIPRONIL, ഫിപ്രോനിൽ. അത് 20 ഗ്രാം 200 ഗ്രാം മണലുമായിട്ട് കലർത്തി നമ്മുടെ ആ നാമ്പ് കവിളുകളിൽ ഇട്ട് കൊടുക്കുക. കൂടാതെ പാറ്റാഗുളിക, ഒരു തെങ്ങിന് 3 എന്നോണം പാറ്റാഗുളിക, കഴിയുമെങ്കിൽ ചെളിയിൽ പെരട്ടി പാറ്റാഗുളിക വെക്കണം. പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴയൊക്കെയാണ്, പെട്ടെന്ന് അതിൻ്റെ ഇത് പോകും. അവിടെ ചെളിയിൽ പെരട്ടി കവിളുകളിൽ വെച്ച് കൊടുക്കുക. ഇത് കൂടാണ്ട് നമുക്ക് ചെല്ലിക്കോല് പറഞ്ഞല്ലോ, ചെല്ലിക്കോല് വെച്ച് ചെയ്യുക. പച്ച ചാണകമോ അങ്ങനെ ഒന്നും നമ്മുടെ തെങ്ങിൻ തോപ്പുകളിൽ ഇടാതിരിക്കുക. എങ്കിൽ പെരുവലം പോലുള്ള ചെടികളെല്ലാം അതിൽ വെട്ടിയിട്ടാൽ ഈ കുണ്ടലപ്പുഴു അല്ലെങ്കിൽ ഇത് വന്ന് മുട്ടയിടാതിരിക്കാനെല്ലാം സഹായിക്കും. പക്ഷേ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മറ്റേതെങ്കിലും തെങ്ങിൽ നിന്നും അത് ഇതിലേക്ക് വരാനുള്ള, പിന്നെ ഫെറമോൺ കെണി എന്ന് പറയുമ്പോൾ ദൂരെ നിന്ന് പോലും ഇതെല്ലാം ചെല്ലിയെല്ലാം വരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത് പ്രിക്കോഷണറി ആയിട്ട് നമ്മൾ ഒരു ബോർഡറിൽ വെച്ച് കൊടുത്താൽ നമുക്കതിനെ പ്രിവെൻറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. വിളിച്ചതിന് വളരെ നന്ദി മാഡം. ഈ ചെല്ലിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും മാഡം പറഞ്ഞ മാതിരി ആദ്യം അത് ഉണ്ടെങ്കിൽ എടുത്ത് കളയണം. അത് കഴിഞ്ഞിട്ട് കവളുകളിൽ ഈ പാറ്റാഗുളിയോ അല്ലെങ്കിൽ ചാണകം, പച്ചച്ചാണകം നമ്മുടെ ഈ കൃഷിയിടത്തിലെല്ലാം കുഴിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് വന്ന് വർദ്ധിക്കാനുള്ള സാഹചര്യം. ഇപ്പൊ നമ്മൾ ഈ പ്രിക്കോഷണറി മെഷേഴ്സ് നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു മണ്ണ് പരിചരണമായിരുന്നു ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നടുന്നതിന്റെ മുമ്പ്
ഏതൊക്കെ കാര്യങ്ങളാ നടിയിൽ വസ്തുക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞത് നമ്മൾ പ്രോട്രേകളിൽ നമുക്ക് വിത്ത് പാകി തൈകളാക്കി വേണം നമ്മൾ ഫീൽഡിലേക്ക് വെക്കുക. വിത്ത് നേരിട്ട് വെച്ച് കൊടുത്താൽ ഇതുപോലെ വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ നമുക്കത് അഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിത്ത് പരിചരണം വളരെ അത്യാവശ്യമാണ് സാർ. അതിലാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ AMF എന്ന് പറയുന്നത്. അതായത് ഒരു വിത്തിന് 5 ഗ്രാം എന്നോണം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ട്രൈക്കോഡർമ അല്ലെങ്കിൽ സൂഡോമോണാസ് പോലുള്ള മിത്ര ഒന്നിച്ച് ചെയ്യാൻ പറ്റുമോ? അല്ല, ട്രൈക്കോഡർമ സെപ്പറേറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഇത് ട്രൈക്കോഡർമ കൊടുക്കാം, അല്ലെങ്കിൽ സൂഡോമോണാസ്. AMF ആണ് അതും ചേർക്കാൻ സാർ. അതായത് നമുക്ക് വിത്ത് പരിചരിച്ച ശേഷം നമ്മൾ വിത്ത് വെക്കുന്ന സമയത്ത് മണ്ണിൽ AMF വെച്ച് കൊടുക്കും. അത് രണ്ടും കമ്പാറ്റബിൾ ആണ്. എന്നാലും AMF ആണ് ഏറ്റവും നല്ലത് സാർ. ഒരു ശ്രോതാവും കൂടെ. ഹലോ, ആരാണ്? പറഞ്ഞോളൂ മേഡം. എനിക്ക് ഒരു 50 മൂട് ഡ്രാഗൺ ഫ്രൂട്ട് തട്ടി ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് മരം പറഞ്ഞല്ല ഞാൻ കേട്ടതല്ല, എന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം ഞാൻ കേട്ടത്. 80 മൂട് ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ തൈ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ സ്ഥലം വെള്ളം നിൽക്കുന്നത്, അതുകൊണ്ട് ഡ്രമ്മിൽ നടാനാ 50 മൂടോളം ഉണ്ട്. അന്നേരം ഞാനിതിട്ട് ബാക്കിയെല്ലാം ഒരുക്കി വെച്ചിരിക്കുവോ, നട്ടില്ല. ഡ്രമ്മ് നടാനാ. അതിന്റെ മണ്ണൊരുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ. മാഡം, ഡ്രാഗൺ ഫ്രൂട്ട് വലുതായി ഒരു പൂർണ്ണ വളർച്ച കഴിഞ്ഞ് അത് കാവലം വരുമ്പോൾ 100 കിലോ വരെ ഒരു ചെടിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും, കോൺക്രീറ്റ് മറ്റേ ഇതില്ലേ നാഴികക്കല്ല് പോലുള്ളത് വെച്ച് അതിൽ നമ്മൾ റബ്ബർ പോള് വെച്ച് നമ്മൾ റബ്ബറും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം മട്ടുപ്പാവിലാണോ? മട്ടുപ്പാവിലല്ല, താഴെ തന്നെ. കുഴപ്പമില്ല മാഡം, ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഡ്രമ്മിൽ. അപ്പം അതിന് നമുക്ക് സാധാരണ പോലെ തന്നെ മണ്ണും മണലും ജൈവവെള്ളവും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് മാഡം ട്രൈക്കോഡർമയില്ലേ, അത് വളരെ അത്യാവശ്യമാണ് മാഡം. പിന്നെ ഒരു കാര്യമുള്ളൂ, നമുക്ക് കുറച്ച് മുന്നോട്ട് പോകും ആ ഒരു സ്പേസിങ്ങും എല്ലാം നോക്കണം. അതായത് ഇത് മുള്ളുള്ളതാണ് അറിയാലോ മാഡം. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ 3 തരം കുമിളും ബാക്ടീരിയ ഒക്കെ വരുന്നതാണ്. അപ്പോൾ അവ തമ്മിലുള്ള അകലം വളരെ സൂക്ഷിക്കുക. ഇതിൽ ആദ്യമേ തന്നെ ചാണകത്തിലും വേപ്പിപ്പിണ്ണക്കിലും വർദ്ധിപ്പിച്ചിട്ടുള്ള ട്രൈക്കോഡ്, ഇപ്പം മാഡം ആണ് ആദ്യമേ നടുന്നതിന് മുമ്പ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഒരു തോട്ടമാകുമ്പോൾ കുമിൾ അറ്റാക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ട്രൈക്കോഡർമയാണ് പറയുന്നത്. പക്ഷെ അവർക്ക് അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ആദ്യം നടുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ചാണകത്തിലും വേപ്പിപ്പിണ്ണക്കിലും വർദ്ധിപ്പിച്ചിട്ടുള്ള ട്രൈക്കോഡർമ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യത്തിനുള്ള വളങ്ങളും ചേർത്ത് കൊടുത്തിട്ട് അത് വളർത്താം. ഓക്കെ, താങ്ക് യു മാഡം. അപ്പോൾ ഇതെന്തായാലും നടുന്നതിന്റെ മുന്നേ തന്നെ ഒരു ഡൗട്ട് ചോദിച്ചതുകൊണ്ട്, അപ്പം നമ്മൾ മണ്ണ് പരിചരണത്തിനെ കുറിച്ച് സംസാരിച്ച് അതേമാതിരി നടീൽ വസ്തു എങ്ങനെയാ ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, ഇപ്പം നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്ന ചെടികളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? അതിന് നമ്മൾ ആദ്യം പറഞ്ഞ സാർ, ഒന്നാമത്തത് കൃഷിയുടെ ശുചിത്വമാണ്. നിൽക്കുന്നതിന്റെ ചുറ്റുപാടും അതിന്റെ പാഴ് വസ്തുക്കളൊന്നും ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. 2, നമ്മൾ കൊമ്പ് കോതി കൊടുക്കുക. ധാരാളമായിട്ടും ശിഖരങ്ങളൊക്കെ വന്നുള്ളതിന് കൊമ്പ് കോതിയ ശേഷം നമ്മൾ വരാതിരിക്കാൻ ബോഡോ മിശ്രിതമോ ബോഡോ പേസ്റ്റോ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് ഫംഗിസൈഡ് കൊടുത്തു കൊടുക്കുക. പിന്നെ ഇപ്പം വെള്ളം കൊണ്ട് കാൽസ്യം അയൺസ് എല്ലാം ഒഴുകി പോയിരിക്കും മണ്ണിൽ നിന്ന്. അപ്പോൾ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. തടം ഒന്ന് ചെറുതായിട്ട് തുറന്നു കൊടുത്ത ശേഷം കുമ്മായം ചേർത്ത് കൊടുക്കുക. ഒരു സെന്റിന് 2 കിലോ എന്നോണമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞിട്ട് മറ്റു വളങ്ങൾ. ഏറ്റവും പ്രധാനം ചെടിക്കൊരു പുഷ്ടി കൊടുക്കുക, അതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം സാർ. പലരും നമ്മൾ ഇലകൾ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ചാണകം ഇട്ട് കൊടുക്കുന്ന പറയും, അത് പോരാ. ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള വളങ്ങളെല്ലാം വളരെ അത്യാവശ്യമാണ്. ഹൈ ഈൽഡിങ്, അതായത് വളരെ നന്നായിട്ട് ഈൽഡ് കിട്ടുന്ന ചെടികൾക്ക് ഭക്ഷണം അത്യാവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഡ്രെയിനേജ്, നീർവാർച്ച സൗകര്യം, നമ്മൾ ചാലുകളെല്ലാം കീറി വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനുള്ള ഒരു അവസരം കൊടുത്ത് മണ്ണ് കൂട്ടി കൊടുക്കുക. ആവശ്യത്തിന് വളവും കൊടുക്കുക. ചെടി നല്ല ആരോഗ്യമായിട്ട് ഇരുന്നാൽ തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് രോഗം വരില്ല. അപ്പൊ അത് തന്നെ നമ്മൾ ചെടികൾക്കും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കാര്യം. പിന്നെ ഈ കീടനാശിനികൾ നമുക്ക് ഉപയോഗിക്കാൻ ബാധ്യസ്ഥർ നമ്മൾ ആയാല് ഇപ്പൊ ഈ റെയിനി സീസണിൽ അത് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നല്ലോ അല്ലേ? കുമിൾനാശിനികൾ അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അടിച്ചു കഴിഞ്ഞൊരു 4 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ചെടികളിലുള്ള പോർസ് കൂടെ ഉള്ളിൽ കടക്കുകയുള്ളൂ. പെട്ടെന്നൊരു മഴ വന്ന എന്ത് പറ്റും, നമ്മൾ അടിച്ചതെല്ലാം ഒഴുകി പോകും. അതൊന്ന്. 2, തളിക്കുമ്പം വെറ്റിംഗ് ഏജന്റ് എന്ന് പറയും സാർ. അതായത് സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇലകളിലും തണ്ടുകളിലും എല്ലാം അത് ചേരണമല്ലോ. അതിനുവേണ്ടി നമ്മൾ വെറ്റിംഗ് ഏജൻസ്, ഏറ്റവും നല്ല നമ്മുടെ കഞ്ഞിവെള്ളമാണ്. വീടുകളിലൊക്കെയാണ് അത് ചെയ്യാം. സോപ്പ് സൊല്യൂഷനും പറയാറുണ്ട്. സോപ്പ് സൊല്യൂഷൻ ഉണ്ട്, മറ്റേ ഷാംപൂസ് ഒക്കെ പറയും ചെറിയ സാഷിൽ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വെറ്റിംഗ് ഏജന്റ് തന്നെ വാങ്ങാൻ ലഭിക്കും. 1 ലിറ്ററിന് 1 മില്ലി എന്നോണം പലതരത്തിലുള്ള വെറ്റിംഗ് ഏജന്റ് അവൈലബിൾ ആണ്. അതും കൂടെ ചേർത്ത് നമ്മൾ തളിച്ചു കൊടുക്കുക. മണ്ണിലും നമ്മൾ പലപ്പോഴും ഈ അഴുകലും പാട്ടും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെയും വെള്ളം കെട്ടി നിൽക്കാത്തൊരു സാഹചര്യം ആദ്യം വരുത്തിയ ശേഷം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഡൈല്യൂഷൻ വന്നത്
പോകാനുള്ള ഒരു സാഹചര്യം വരും. കോൺസെൻട്രേഷൻ മാറ്റം വരാനുള്ള ഒരു സാഹചര്യം. അപ്പം ഡോക്ടർ സജീന, നമ്മൾ മഴക്കാലത്ത് എങ്ങനെയാണ് നമ്മുടെ വിളകളെ സംരക്ഷിക്കുന്നത്, രോഗങ്ങൾ, കീടങ്ങൾ, അതൊക്കെ നമ്മൾ എങ്ങനെ മാറ്റി നിർത്താൻ സാധിക്കുന്നത്, നിരവധി പ്രശ്നങ്ങൾ, ചോദ്യങ്ങൾ നമ്മുടെ ശ്രോതാക്കൾ ചോദിച്ചു. താങ്കൾ നല്ലതായിട്ട് തന്നെ അതിൻ്റെ എല്ലാം മറുപടി കൊടുത്ത് പരിപാടിയിലേക്ക് വന്ന് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി. താങ്ക് യു സർ. പച്ചക്കറി വിളകളിലെ മഴക്കാല മുന്നൊരുക്കങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ സജീന മറുപടി നൽകിയ പരിപാടിയാണ് കേട്ടത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് ഷിബു ജോർജ്.